നമ്മളെപ്പോഴും സ്കിന്ന് ലൈറ്റൻ ആകുന്നതിനെ പറ്റിയും ബ്രൈറ്റ്നസിനെ പറ്റിയും മാത്രമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഭയങ്കര ലൈറ്റർ സ്കിൻ ടോണിലുള്ള ഒരാളാണെങ്കിൽ, അതായത് നമ്മളുടെ ഫീച്ചേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര മ്യൂട്ടഡ് ആണെങ്കിൽ, ഈ ഫീച്ചേഴ്സ് ഒന്നും പ്രൊമിനൻ്റ് ആയി കാണുന്നില്ലെങ്കിൽ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് അയാളുടെ ഫേസ് ഫീൽ ചെയ്യുക. അല്ലെങ്കിൽ ആ ഫേസ് കൊണ്ട് ഇമോഷൻസ് ഒന്നും അധികം പ്ലേ ചെയ്യാനൊന്നും പറ്റില്ല. ആൾക്കാർക്ക് ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഫേസ് ആക്ച്വലി ലൈറ്റൻ ചെയ്യുന്നതിനും ബ്രൈറ്റൻ ചെയ്യുന്നതിനുമൊപ്പം അതിൻ്റെ ഫേസിൻ്റെ സ്ട്രക്ചറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ മേക്കപ്പിലൂടെ എങ്ങനെ ഫേസിന് സ്ട്രക്ചർ കൊണ്ടുവരാം എന്നുള്ളതാണ്. വെൽക്കം ബാക്ക് ടു വീനാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ. പ്രൊഫഷൻ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസിനോ വേണ്ടിയിട്ട് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് എന്നെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നോട് ഒരുപാട് പേര് വന്നിട്ട് ആക്ച്വലി കൺസൾട്ടേഷൻ എടുക്കുന്ന ടൈമിലാണെങ്കിലും അല്ലാതെയും ലൈറ്റർ സ്കിൻ ടോൺ ആവുന്നതിനെ പറ്റിയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അതായത് നോർമലി നമ്മളുടെ നാട്ടിലെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഭയങ്കരമായിട്ട് ലൈറ്റായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ആൾക്കാർ പറയുന്ന പോലെയാണെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണം. അങ്ങനെയാണ് എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റ്. അപ്പോൾ അതിന് ആക്ച്വലി സ്ട്രക്ചർ ഉണ്ടോയെന്നോ ഇല്ലയോന്നോ ഒന്നും ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ ഫേസിന് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവുമ്പോഴാണ് ഫേസ് കുറച്ചും കൂടി യങ്ങറായിട്ടിരിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക കുറച്ച് ഭംഗിയിലിരിക്കുക. അപ്പോൾ മേക്കപ്പിലൂടെ ആക്ച്വലി ഈ ഫേസിൻ്റെ സ്ട്രക്ചർ, അതായത് ഓരോ നമ്മളുടെ ഫീച്ചേഴ്സിനുള്ള സ്ട്രക്ചർ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഈ ഫേസിന് സ്ട്രക്ചർ നൽകാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ബ്രോൺസിങ് ആണ്, രണ്ടാമത്തേത് കോണ്ടൂറിങ് ആണ്. ഇപ്പോഴും പലർക്കും അറിയില്ല ഈ ബ്രോൺസിങ് എന്താണ്, കോണ്ടൂറിങ് എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. എൻ്റെ ആക്ച്വലി ഒരു കോണ്ടൂർ സ്റ്റിക്കും ഉണ്ട്, ഒരു ബ്രോൺസിങ് സ്റ്റിക്കും ഉണ്ട്. ഇപ്പോൾ കോണ്ടൂർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക കൂൾ ടോൺഡ് ആയിരിക്കും, കുറച്ചും കൂടി ഒരു മഡി കളറായിരിക്കും. അതുപോലെ തന്നെ അത് കുറച്ചും കൂടി എന്താ പറയുക ഒരു മാറ്റ് ഫിനിഷിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക കോണ്ടൂർ. ആൻഡ് അതാണ് കുറച്ചും കൂടി ഡാർക്കറായിട്ടിരിക്കുക, കുറച്ചും കൂടി ഡാർക്കസ്റ്റ് ഷെയ്ഡ് തരിക, അല്ലെങ്കിൽ ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതെപ്പോഴും അങ്ങനെയാണ്, ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുക. നേരെ മറിച്ച് ബ്രോൺസിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫേസ് ഭയങ്കര ഫ്ലാറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് വാമപ്പ് ചെയ്ത് ഒന്ന് എലിവേറ്റ് ചെയ്യാനാണ് നമ്മൾ ബ്രോൺസർ യൂസ് ചെയ്യുക. അതായത് നമ്മളുടെ ചീക്ക് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഫോർഹെഡിൻ്റെ പോയിൻറ്റ്സ് ഇവിടെയൊക്കെ ഒരു ടാൻഡ് എഫക്റ്റ് വന്നിട്ട് ആ വാംത്ത് ഒന്ന് കൂട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ബ്രോൺസിങ്ങിൻ്റെ ജോലി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആക്ച്വലി ബ്രോൺസിങ്ങിൻ്റെ എഫക്റ്റ് കാണിച്ചു തരാം. ഇത് ആക്ച്വലി പിക്സിയുടെ ഒരു ബ്രോൺസിങ് സ്റ്റിക്കാണ്. ആക്ച്വലി കുറച്ച് എക്സ്പെൻസീവാണ്. നമുക്ക് എക്സ്പെൻസീവ് അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ബ്രോൺസിങ് സ്റ്റിക്കും ബ്രോൺസിങ് പൗഡറും ക്രീമും ഒക്കെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ബ്രഷിൽ എടുക്കുകയാണ്. ഡയറക്റ്റ് ഇതുകൊണ്ട് അപ്ലൈ ചെയ്യാം, പക്ഷെ അങ്ങനെ ഡിഫ്യൂസ് ചെയ്തെടുക്കുന്നത് എനിക്കത്ര കൺവിൻസിങ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇത് ബ്രഷിൽ എടുക്കുന്നത്. ഇതൊരു നോർമൽ കൺസീലർ ബ്രഷാണ്. ഞാൻ ഇതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ഈ ബ്രോൺസർ പിക്ക് ചെയ്യുന്നത്. ബ്രോൺസർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ചെറിയ ടാൻഡ് എഫക്റ്റ് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്കിൻ ഷെയ്ഡിലുള്ളതല്ല എടുക്കേണ്ട, കുറച്ച് ഡാർക്കർ ആയിരിക്കണം, എന്നാൽ ഭയങ്കര ഡീപ്പർ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ഇവിടുത്തെ ഹൈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ നോർമലി ഹൈലൈറ്റർ ഇടുന്ന പോയിന്റ്, ആ ഒരു പോയിന്റിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ബ്രോൺസർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാനത് കൈകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഹൈലൈറ്റർ ഇടുന്ന പോലെ അത്ര ലൈറ്റായിട്ടല്ല ഇത് ആക്ച്വലി ഇടിട്ട് ബ്ലെൻഡ് ചെയ്യുക, കുറച്ചും കൂടി ഏരിയയിൽ ആക്ച്വലി കവർ ചെയ്യുന്ന രീതിയിലാണ്. ബിക്കോസ് ഒരു ടാൻഡ് എഫക്റ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കണേ. നമ്മളുടെ നോർമലി കേരളത്തിലുള്ളവരുടെ ഒക്കെ ഒരു കോൺസെപ്റ്റിൽ പ്രത്യേകിച്ച് ഈ ബ്രോൺസറിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെയും എനിക്ക് തോന്നുന്നു കോണ്ടൂറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് നമുക്കൊന്നും ഒരു ടാൻഡ് എഫക്റ്റ് ഇഷ്ടമല്ല, എല്ലാവർക്കും ഇങ്ങനെ വെളുത്ത് തുടുത്ത് അങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ബ്ലഷും ഫൗണ്ടേഷനും ഒക്കെയാണ് ഇവിടെ പോപ്പുലർ ആയിട്ടുള്ളത്. ബ്രോൺസർ അത്ര പോപ്പുലർ അല്ല. പക്ഷേ ഒരു എന്താ പറയുക ഒരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ലുക്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് കുറച്ചും കൂടി ഈ ഒരു ബ്രോൺസിങ് ലുക്ക് എപ്പോഴും ഇഷ്ടപ്പെടുക. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ഡീപ്പർ സ്കിൻ ടോണിനും ബ്രോൺസർ യൂസ് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ശരിക്കും ഒരു സ്ട്രക്ചർ ഫേസിന് വരും, ഒരു വാംത്ത് ഫേസിന് വരും. ആ ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും, ഏത് ഡീപ്പർ സ്കിൻ ടോണിനും അതുണ്ടാവും. അതുപോലെ പറയുന്നത് നമ്മൾ നോർമലി ചിലപ്പോൾ ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്താ ചോദിച്ചാൽ നമ്മൾ ഈ ഫേസിൻ്റെ ഇവിടെ മുതൽ നമ്മൾ ഹൈലൈറ്റർ ആക്ച്വലി ഇടും. ബിക്കോസ് ഹൈലൈറ്റർ ഈ 2 ഏരിയയിലും കൂടി പോപ്പ് ചെയ്ത് നിന്നിട്ട് ഭയങ്കര തിളങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇവിടുന്ന്
ഹൈലൈറ്റർ ഇടും. പറ്റുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടുന്ന് ഹൈലൈറ്റർ ഇട്ടാൽ കുറച്ച് ചബ്ബി ആയിട്ടുള്ള ചീക്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് കുറച്ചും കൂടി ചബ്ബി ആയിട്ട് തോന്നാനാണ് ഫീൽ ചെയ്യുക. നമ്മൾ ശരിക്കും ഭയങ്കര പഫി ആയിട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഹൈലൈറ്റർ ഇട്ടാൽ. ഇനി ഞാൻ ആക്ച്വലി ഈ ബ്രോൺസർ ഇട്ട് കൊടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ചീക്ക് ബോൺ കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫോർഹെഡിൻ്റെ ഇവിടെയും. അപ്പോൾ ആക്ച്വലി ബ്രോൺസിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. ഈ ഒരു സൈറ്റിൽ ആക്ച്വലി ഞാൻ ബ്രോൺസറാണ് ചെയ്തേക്കുന്നത്. ഒന്ന് വാംത്ത് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം, ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ടാക്കുക എന്നുള്ളതും. അത് ഈ ഒരു സൈഡ് കാണുമ്പോൾ മനസ്സിലാവും. ഈ സൈഡിൽ ആക്ച്വലി ഞാൻ ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ട്, എൻ്റെ ബ്ലഷിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ ഇവിടെയാണ്. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ബ്രോൺസിങ് ഒന്നും ചെയ്തിട്ടില്ല. ആ വാംത്ത് ഇവിടെ മാത്രമാണ് ആക്ച്വലി ഉള്ളത്, ഈ ഒരു ഏരിയയിൽ. ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചും കൂടി ഫ്ലാറ്റാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കോണ്ടൂർ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ കോണ്ടൂർ ചെയ്യാൻ പോവാണ്. ഈ സൈഡിൽ ആക്ച്വലി കോണ്ടൂർ ചെയ്യാൻ പോവാണ്. ആ ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, അപ്പോൾ കോണ്ടൂർ സ്റ്റിക്ക് ആക്ച്വലി ഇതേപോലെ തന്നെ ബ്രഷിലെടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇത് കുറച്ചും കൂടി സ്റ്റിക്ക് ഫോർമാറ്റിലുള്ള ഒരു കോണ്ടൂർ ആയതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം. ഇത് കെ ബ്യൂട്ടിയുടെ കോണ്ടൂർ സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ കോണ്ടൂർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നാച്ചുറലി ഒരു കോണ്ടൂറിൻ്റെ ഒരു ചെറിയ ഷാഡോ ഉണ്ടാവും. ആ ഷാഡോ ഫോളോ ചെയ്തിട്ടാണ് ഞാനത് കോണ്ടൂർ ചെയ്യാൻ പോകുന്നത്. കോണ്ടൂർ ചെയ്യുമ്പോഴും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇത് ഈ ഒരു ഏരിയയിലും കൂടി ഇതാക്കി കൊടുക്കണം. പിന്നെ ഇതേപോലെ തന്നെ ഈ ജോ ലൈൻ എങ്ങനെയാണോ കിടക്കുന്നത് അതൊന്ന് ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ ഫോർഹെഡ്. ഇനി ഞാനിതൊന്ന് ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ആക്ച്വലി ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഔട്ടറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് കൊടുക്കുക, അതായത് നമ്മളുടെ ഹെയർ ലൈനിൻ്റെ അടുപ്പിച്ച്. ഇവിടേക്ക് വരുമ്പോൾ അത് ജസ്റ്റ് താഴേക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ, അത് ഏത് സൈഡിലേക്കാണ് ബ്ലെൻഡ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, ബിക്കോസ് ഇതൊരു ഷാഡോ പോലെ നിൽക്കേണ്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി ഒരു നാച്ചുറൽ ലുക്കിന് കൈ വെച്ചിട്ടൂടെ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ആക്ച്വലി ബ്ലെൻഡ് ചെയ്യുമ്പോൾ, കോണ്ടൂർ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത് അകത്തേക്ക് ബ്ലെൻഡ് ചെയ്യുക. ബിക്കോസ് ഇവിടെയാണ് ഷാഡോ വരേണ്ടത്. അതായത് നമ്മളുടെ ഡബിൾ ചിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഷാഡോ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് അധികം അറിയാതിരിക്കും. ബിക്കോസ് ഈ ബാക്കി ഭാഗം ഹൈലൈറ്റഡ് ആയിട്ടിരിക്കും, ഇവിടെയുള്ള ഭാഗത്ത് ഷാഡോ വീണതുപോലെ ഇരിക്കും, അപ്പം അത് കാണില്ല. ഇതാണ് ആക്ച്വലി കോണ്ടൂർഡ് ലുക്ക്. എൻ്റെ ഫേസ് ആക്ച്വലി ഭയങ്കര ചബ്ബി അല്ല, അത്യാവശ്യം കോണ്ടൂർഡ് ആണ്. എന്നിട്ടും ആ കോണ്ടൂർ ഡിഫറൻസ് എങ്ങനെ വരുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് രണ്ടും ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു മേജർ പാർട്ട് വിട്ടു പോയത് നോസാണ്. നോസിൽ ആക്ച്വലി ഞാൻ ഒരു സൈഡിൽ ബ്രോൺസിങ്ങും ഒരു സൈഡിൽ കോണ്ടൂറിങ്ങും ചെയ്ത് കാണിച്ചു തരാം. നോസിൻ്റെ ബ്രോൺസിങ് ആണെങ്കിലും കോണ്ടൂറിങ് ആണെങ്കിലും ചെയ്യുമ്പോൾ ഇവിടുന്ന് കൊണ്ടുവരണം. ഈ ഒരു ഐബ്രോസിൻ്റെ താഴെ നിന്ന് കറക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സൈഡിലൂടെ താഴേക്ക്. ഇതിപ്പോൾ ഞാൻ ഈ സൈഡിൽ ആക്ച്വലി ബ്രോൺസ് ചെയ്തിട്ടുണ്ട്, ഈ സൈഡിലൊന്നും ചെയ്തിട്ടില്ല. ഈ സൈഡിൽ നമുക്ക് കോണ്ടൂർ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ ആക്ച്വലി അറിയാം ഈ ഒരു ഏരിയ അല്ലെങ്കിൽ നോസിൻ്റെ ഈ ഒരു സൈഡ്, ഈ ഒരു ഭാഗത്തൊക്കെയാണ് കുറച്ചും കൂടി സ്ലിമ്മറായിട്ട് ഫീൽ ചെയ്യുക. ബിക്കോസ് കോണ്ടൂറാണ് ആ ഒരു 3D എഫക്റ്റ് ഫേസിന് കൊണ്ടുവരിക, ഒരു 3D സ്ട്രക്ചർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ബ്രോൺസിങ് എന്ന് പറയുന്നത് ആ ലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് എന്താ പറയുക, ഒരു സൺ കിസ്ഡ് ലുക്ക്, ഒരു ടാൻഡ് ലുക്ക്, ഭയങ്കര ഫ്ലാറ്റ് അല്ലാത്തൊരു ലുക്ക്, അല്ലെങ്കിൽ കുറച്ച് ഡെപ്ത് ഉള്ള ലുക്ക്, അതൊക്കെ തരാൻ വേണ്ടിയിട്ടാണ് നോർമലി ബ്രോൺസിങ് അല്ലെങ്കിൽ ബ്രോൺസർ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഞാൻ ബ്രോൺസറാണ് ഇട്ടേക്കുന്നത്, ഈ ഒരു ഏരിയയിൽ ഞാൻ കോണ്ടൂറാണ് ചെയ്തേക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ മെയിൻ ഡിഫറൻസും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, ലവ് യു.